ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതി. അവനെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവന്റെയൊക്കെ വാക്കിനെ ആര് വിശ്വസിക്കുന്നു? അവനവന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ല. ഈ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ നേരെ ജയിലിൽ കയറ്റാം. അത് തന്നെയാണ് ഡയറക്റ്റ് നേരെ ഇമ്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ അവിടെ ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം വിശ്വാസമില്ല അല്ലേ? കാണണം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ അത് ടെക്നോളജി ഉപയോഗിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്ന സീക്വൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആരെ വെച്ചുമാണ് വോയിസുകൾ ഉണ്ടാക്കാം, മനസ്സിലാ? ഞങ്ങളും തന്നെ ചോറ് തന്നെയാ. എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം. പക്ഷെ പുള്ളിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം പുള്ളിക്ക് തന്നെ. ഓക്കെ, പിന്നെ ഡ്രഗ്സിന്റെ കാര്യം. എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പോ ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്കത്. എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അലമാരയിൽ നിന്ന് ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞതിന് എങ്ങനെ അത് എന്റേതാവും? അല്ല, ഇതെന്റെ ഒന്നും അല്ല. ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആൾക്കാരെ മുഖത്ത് നോക്കാൻ എനിക്ക് മടിയാന്ന്. നിന്നെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഇന്നത്തെ ഒരു ഒറ്റ സംഭവത്തോടെ തീർന്നു. ഡീഫമേഷൻ കേസ് ഞാൻ എന്തായാലും ജയിക്കും. ക്രിമിനൽ കേസും ഞാൻ ജയിക്കും. ഡീഫമേഷൻ കേസ് ജയിച്ചാൽ കിട്ടുന്ന പൈസ 10 പൈസ 9 പൈസ ഞാൻ തൊടൂല. അർഹതപ്പെട്ടവർക്കോ അല്ല രോഗികൾക്കോ അനാഥാലയത്തിലോ ഞാൻ അത് കൊടുക്കും. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ.